സുഹൃത്തുക്കളെ, ഞങ്ങളിന്നേ ലേന്ന് കർദുംഗ്ല പാസ് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മളെ വലിയൊരു ഡ്രീമായിരുന്നു കർദുംഗ്ല പാസ് ഒന്ന് കയറണം എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടുള്ള റോഡൊക്കെ മഹാമോശമാണ് കേട്ടോ. ചില സ്ഥലങ്ങളിലൊന്നും റോഡ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം. ഞങ്ങൾ ഇന്നലെ ലേയിൽ വന്ന് താമസിച്ച് ഇന്ന് രാവിലെ ഒരു 8 മണിയോട് കൂടിയാണ് നമ്മൾ ലേന്ന് കർദുങ്ങിലേക്ക് തിരിച്ചത്. അങ്ങനെ ഞങ്ങൾ കർദുംഗ്ല പാസ് എത്തിയിരിക്കുകയാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ മഞ്ഞ് വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്ക് വീലിനൊക്കെ ചെയിന് കാര്യങ്ങളൊക്കെ ഇടണം. ഞങ്ങളതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അതേപോലെ തന്നെ കുറേ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കാനുണ്ട്. അതൊക്കെ വരുന്നവർ ശ്രദ്ധിക്കണം. ഹൈ ആൾട്ടിറ്റ്യൂഡാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ തന്നെ ഓക്സിജൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ ശ്വാസതടസ്സം കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെ കൂടെ ഷഫ്സി ഉണ്ട്, എൻ്റെ അളിയനുണ്ട്, ഷർഫു, മസ്റു. ഇവരൊക്കെ ഉണ്ട് കൂടെ. ഇവിടുത്തെ ബുദ്ധ മതക്കാരുടെ ഒരു ക്ഷേത്രം പോലെ എന്തോ ഒരു സംഭവമുണ്ട്. കുറേ ബുദ്ധിസ്റ്റ് ഫ്ലാഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി. പക്ഷേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ശ്വാസതടസ്സം കൊണ്ട് ഞാൻ തിരിച്ചിറങ്ങി. നമുക്ക് ഓവറായിട്ട് സ്ട്രെയിൻ ചെയ്ത് കയറാനൊന്നും കഴിയുന്നില്ല. ഏകദേശം -16 ഇന്നത്തെ ഇവിടുത്തെ ടെമ്പറേച്ചർ വരുന്നത്. ഈ തണുപ്പിൽ നമ്മളെ ഇവിടുത്തെ മിലിറ്ററി ജവാന്മാരൊക്കെ നമ്മൾ സ്തുതിക്കുക തന്നെ വേണം. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ അവിടുന്ന് തിരിച്ച്. കാരണം നമുക്ക് അധിക ടൈം അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ശ്വാസതടസ്സം കൊണ്ട് നമുക്ക് കൂടുതൽ ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങളിന്ന് വൈകിട്ട് മണാലിയിൽ എത്തണം എന്നുള്ളൊരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നേരെ അവിടുന്ന് മണാലിയിലേക്ക് തിരിച്ച്.